അത് കലാപത്രയിലേക്ക് പോകുന്ന വഴിയാണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ 8ാം ദിവസം, അതും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള ലാസ്റ്റ് ഡേ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ 8ാം ദിവസം ഇവിടെ ബേസ് ക്യാമ്പിലേക്കുള്ള യാത്രയിലാണ്. ഇവിടുന്ന് ഒരു 3 മണിക്കൂർ യാത്രയുണ്ട്. ഇത് ഗോരക്ഷേപിലാണ് നിൽക്കുന്നത്. അപ്പം എൻ്റെ വലിയൊരാഗ്രഹം സബലീകരിക്കാൻ പോകുന്ന യാത്രയാണ്. എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല. എന്തായാലും 3 മണിക്കൂർ യാത്ര ഉണ്ട്. ഇവിടുന്ന് തിരിക്കാൻ പോവാണ്. അപ്പം പോകുന്ന വഴിയുള്ള കാഴ്ചകളും ബേസ് ക്യാമ്പിലെ കാഴ്ചയൊക്കെ നമുക്ക് കാണാം. നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. കണ്ടോ, തുടങ്ങിയിട്ടേ ഉള്ളൂ നടക്കാൻ. കുറച്ച് ദൂരമായിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് പോകണം. ബേസ് ക്യാമ്പ് വരെ എത്തണമെങ്കിൽ 3 മണിക്കൂർ യാത്രയുണ്ട്. അത് കയറ്റം ഇറക്കമൊക്കെ ഉണ്ട്. നടന്നു തുടങ്ങിയപ്പോൾ ഇതാണ് ഒരു വ്യൂ. കണ്ടോ, അത് കണ്ടോ, കുംഭു ഗ്ലേഷ്യറാണ് ആ കാണുന്നത്. ആ കാണുന്നത് നുപ്സയാണേ. നുപ്സെ മൗണ്ടൻ ആ കാണുന്നത്. മൊത്തം ഗ്ലേഷ്യർ ഉണ്ട്. കുംഭു ഗ്ലേഷ്യർ ആ കാണുന്നത്. നമ്മൾ പോകുന്ന വഴിയുണ്ടോ, ഇങ്ങനെ പോകണം. സംസാരിക്കാൻ പറ്റില്ല, ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. എപ്പോൾ അങ്ങ് എത്തുമെന്നൊന്നും അറിയില്ല. എന്തായാലും പതുക്കെ നടക്കുകയാണ്, അല്ലാതെ വഴിയില്ല. ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നം വരും. 5365 മീറ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. യാക്ക് വരുന്നുണ്ടേ. യാക്ക് വരുമ്പോൾ നമ്മൾ സൈഡിലേക്ക് മാറിയിരിക്കണം, അല്ലെങ്കിൽ അതൊന്നും ചെയ്യത്തില്ല. പക്ഷേ അതിൻ്റെ ദേഹത്ത് തട്ടി നമ്മൾ വീഴായിരുന്നു. പിന്നെ കുതിരകളുണ്ട്. വയ്യാത്തവരെയൊക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുപോകാനൊക്കെ. എന്നാ എൻ്റെ അടുത്തോട്ട് വരുന്നു. നടന്ന് പോയി എത്തിയിട്ടുണ്ട്. കേട്ടോ, അങ്ങനെയാണ് വന്നത്. ഭയങ്കര വെയിലാണ്, നല്ല കാറ്റും. അയ്യോ, കണ്ടോ, ഇതിനകത്തൂടെ വേണം കയറിപ്പോവാനേ. വലിയ പാറകളാ. കണ്ടോ, ഇതിലേ വേണം ഇനി കയറിപ്പോവാൻ. കയറ്റം തന്നെ കണ്ടോ, നമ്മളിങ്ങനെ വരുമായിരുന്നു.
അതുകൊണ്ട് നമുക്കങ്ങ് ദൂരെ കാണാമേ ബേസ് ക്യാമ്പ്. ഉണ്ടോ? ഇങ്ങനെ പോകണം, പോയി അവിടെ ഇറങ്ങി അങ്ങനെ പോകണം. കുറേ യെല്ലോ കളറിൽ കുറേ ടെൻറ്റുകളൊക്കെ കണ്ടോ അവിടെയാണേ. മൊത്തം പാറക്കില്ല, ഇതിനകത്തോട് വേണം നമ്മൾ പോവാൻ. കണ്ടോ? അങ്ങനെ നമ്മൾ ബേസ് ക്യാമ്പ് കണ്ടു. കണ്ടോ? ഫുള്ള് ഗ്ലേഷ്യറാണ്. കണ്ടോ? ഓൾമോസ്റ്റ് നമ്മൾ എത്താറായിട്ടുണ്ടേ. ഇനിതാ ഇങ്ങനെ പോയിട്ട് കുറച്ച് അങ്ങോട്ട് പോയാൽ മതി. ഇനി കുറച്ചുകൊണ്ട് നടക്കാൻ. ഓൾമോസ്റ്റ് എത്താറായി. ഇറക്കം ഇറങ്ങി അതിലേക്കൂടെ അങ്ങനെ പോകുന്നുണ്ട്. ആ കയറ്റം കൂടെ കയറണം. കയറി അവിടെ ചെന്നാൽ നമ്മൾ ബേസ് ക്യാമ്പിലെത്തും. പിന്നെ കുറേ ടെൻറ്റുകൾ കണ്ടോ അവിടെ എല്ലാം എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നവരുടെ ടെൻറ്റുകളാണ്. അവരിവിടെ താമസിച്ചാണ് കുറേ ദിവസം ഇവിടെ താമസിച്ച് അക്ലമറ്റൈസേഷന് വേണ്ടിയിട്ട് താമസിച്ചിട്ടാണ് അവർ എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവരെയൊക്കെ സംഭവിക്കണം കേട്ടോ. ഇത്രയും വെയിറ്റ് എടുത്തിട്ട് അവിടെ താഴെ ഒരാൾ പോകുന്നത്. എന്തോരം വെയിറ്റാണ് എവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നു. അവരൊക്കെ എത്ര മാത്രം വെയിറ്റ് എടുത്താൽ നടക്കുന്നറിയാം. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. നല്ല ക്യൂ തോന്നുന്നു. വലിയ വലിയ പാറകൾ കണ്ടോ. ഇതൊക്കെ ഇറങ്ങണമെങ്കിൽ വലിയ പാടാ. ഇനി ഇന്ന് തന്നെ നമ്മൾ ഇവിടുന്ന് ഒരക്ഷേപിലെത്തണം. തിരിച്ച് ഇത്രയും നടന്ന് വേണം ഈ ഒരക്ഷേപിലേക്ക് എത്താൻ. വലിയൊരു ഗ്ലേഷ്യർ കാണാം കണ്ടോ. മൊത്തം ഐസായിട്ട് കിടക്കുന്നുണ്ടോ. ആ ഗ്ലേഷ്യർ ഫുൾ ഐസാണ്. എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. എത്താറായി. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അത്രയ്ക്ക് സന്തോഷം. Yeah, Matt. How's your experience? Amazing. Hello, hello. Good. വേണ്ട ഫുള്ള് ഗ്ലേഷ്യറാണ്. തണുത്തുറങ്ങി കിടക്കുന്ന തടാകം കണ്ടോ. നമ്മളിനി ഉണ്ടാക്കായിട്ടും കയറിയിട്ട് പോകണം.
ഫൈനലി നമ്മൾ 8 ദിവസം കാത്തിരുന്ന ആ ഒരു ബിഗസ്റ്റ് ഡേ, 8ാം ദിവസം ആണിന്ന്. ഇന്നാണ് എൻ്റെ ബിഗസ്റ്റ് ഡേ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് എത്തിയിരിക്കുകയാണ്. ഒരുപാട് നാളത്തെ ഒരു ഡ്രീമായിരുന്നു എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരണമെന്നുള്ളത്. അതാ ഇപ്പം നടന്നിരിക്കുകയാണ്. നമ്മൾ വീഡിയോയിൽ കൂടിയൊക്കെ കണ്ടുകൊണ്ടിരുന്ന എവറസ്റ്റ് ബേസ് ക്യാമ്പ് നോക്കിയേ. അങ്ങനെ ഫൈനലി ഇവിടെ എത്തി. ഇനി കുറേ ഫോട്ടോസ് എടുക്കണം. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഫുള്ള് ഗ്ലേഷ്യറാണ് ഇവിടെ എല്ലാമേ. അങ്ങനെ ഇതാ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. എന്തോ ഒരു സന്തോഷം എന്നറിയത്തില്ല, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാർ എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പോയവരൊക്കെ വന്ന് താമസിച്ച് കുറേ ദിവസങ്ങൾ താമസിച്ച് പോയിരുന്ന ഒരു സ്ഥലമാണിത്. അപ്പം ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. ഇവിടെ ഒരുപാട് ടെൻറ്റുകൾ കാണാമേ. ഇതൊക്കെ എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നവരുടെയാണ്. നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. സബ്മിറ്റ് ചെയ്യാൻ പോകുന്നവർ താമസിക്കുകയാണ് ഇവിടെ. കുറേ ദിവസം 40-45 ദിവസം ഇവിടെ താമസിച്ചതിന് ശേഷമാണ് ഇവർ എവറസ്റ്റ് കയറാൻ പോകുന്നത്. എൻ്റെ പുറകിലെല്ലാം ഫുള്ള് മഞ്ഞ നോക്കി. എവറസ്റ്റ് ഒന്നും പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എവറസ്റ്റൊക്കെ കാണാൻ പറ്റി. അയ്യോ, എൻ്റെ ബേസ് ക്യാമ്പ് കാണാൻ പറ്റി. ബേസ് ക്യാമ്പിൽ വന്ന് ഇത്രയും നേരം നിൽക്കുന്നു. അവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്. 8 ദിവസമായിട്ട് ട്രെക്ക് ചെയ്ത് ഒരുപാട് നടന്ന് വന്ന് ഇവിടെ എത്തിയതാണ്. അതിൽ ഒരുപാട് സന്തോഷം. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എവറസ്റ്റ് കാണിച്ചു തരാം നിങ്ങളെ. ഇതുണ്ട്, സെൻട്രിൽ കാണുന്ന ബ്ലാക്ക് വൺ കണ്ടോ, അതാണ് എവറസ്റ്റ്. രണ്ട് നോക്കി, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുവാണ് എവറസ്റ്റ്. നോക്കി, എവറസ്റ്റാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കി, എന്ത് വലിയ മൗണ്ടനാണ്. നോക്കി, ഒരുപാട് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കും വലിയ സന്തോഷം. കണ്ടോ, ആ കാണുന്നതാണ്. നിങ്ങൾക്ക് കാണാമോ? കണ്ടോ, സെൻറ്ററിൽ കാണുന്നത് ബ്ലാക്ക് വൺ. അവിടെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്.
That one is the other side. ബ്ലാക്ക് വൺ ഓക്കെ. ഇത് കണ്ടോ ഇവിടെ കുറേ ടെൻറ്റുകൾ കാണാമേ. വീട്ടിൽ നിന്ന് ഒരാളിൻ്റെ കൊമ്പ് കൊണ്ടുവന്നതാണ് കണ്ടോ. അത് 8 ദിവസമായിട്ട് എൻ്റെ കയ്യിലിരിക്കുകയാണ്. ഇതിനകത്ത് വേരും ഒക്കെ ഉണ്ട്. ഇത് ഞാൻ ഇവിടെ ബേസ് ക്യാമ്പിൽ കുഴിച്ച് വെക്കണമെന്നുള്ള ആഗ്രഹത്തോടെ കൊണ്ടുവന്നതാണ്. കിളിക്കോ ഇല്ലെന്ന് അറിയില്ല, എന്തായാലും നോക്കാം. ഇപ്പോൾ കുറച്ച് ഇവിടെ ഞാൻ കുറച്ച് മണ്ണെടുത്തിട്ട് ഇവിടെ കുഴിച്ച് വെക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും ഏതെങ്കിലും പ്രാവശ്യം എന്തെങ്കിലും പിന്നീട് വരുമോ അല്ലെങ്കിൽ ആരെങ്കിലും വരുമോ ചെയ്യുവാണെങ്കിൽ ഇതൊന്ന് നോക്കുക, ഇത് കുഴിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഈ ബേസ് ക്യാമ്പിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ കുഴിച്ച് വെക്കുന്നത്. ഇതിനകത്ത് മണ്ണും ഇതെല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് കുഴിച്ച് വെക്കാൻ പോവാണേ. കുറച്ച് കല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. കിളിക്കോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചേക്കാവേ. അങ്ങനെ ദാ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ നിന്ന് തിരിച്ചു പോവാണ്. ഇനിയും 3-3.5 മണിക്കൂർ ട്രെക്ക് ചെയ്ത് വേണം അങ്ങ് എത്താൻ. ഇപ്പം 4:15 ഇതാണ്. ഇനി ഒരിക്കൽ വരുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഇവിടെ വരെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരെയും കാണിക്കാൻ സാധിച്ചാലും. ടോയ്ലറ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്രൗഡായിരുന്നു. എന്തായാലും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി. അപ്പോൾ ഞങ്ങളിനി തിരിച്ചിറങ്ങുകയാണ്. അല്ല ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ടോ. അങ്ങനെ എവറസ്റ്റ് കാണാൻ പറ്റി. ഇപ്പോൾ കണ്ടാൽ കാണാൻ പറ്റില്ല. മുമ്പേ ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ. ഒന്നുകൂടെ നമുക്കൊന്ന് കണ്ടിട്ട് പോകാമേ. എവറസ്റ്റ് ബേസ് ക്യാമ്പ് അതാണേ ബേസ് ക്യാമ്പ് കണ്ടോ.